കൃഷ്ണ കീർത്തന ഗാനനാഥന പനോ. ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. വോളിയം 1 ഉള്ളൊരു കാര്യമാണ്. അതില് ശീല പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നുണ്ട്. അതില് കൗസല്യ മാതാജിയുടെ ഒരു കാര്യമാണ്. കൗസല്യ മാജി യമുന മാതാജിയും പ്രഭുപാദ് രാജസ്ഥാൻ ജയ്പൂരിലേക്ക് അയച്ചിരുന്നു. അവിടെ ഈ ഡോൾ മേക്കിങ്ങും മറ്റും ബാക്കി കാര്യങ്ങളും പിന്നെ ഭഗവാന്റെ ഡ്രസ്സുകൾ തയ്ക്കുന്ന രീതികളെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെയാണ് അവരെ അയച്ചത്. പക്ഷെ അവര് ആ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവര് അവിടുത്തെ രാജസ്ഥാനിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവരെ കാണുകയും അവരെ പ്രീച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഇവർ രണ്ടുപേരും വെസ്റ്റേൺ ലേഡീസ് ആയതുകൊണ്ടും യങ് ആയിട്ടുള്ള വെസ്റ്റേൺ ലേഡീസ് ആയതുകൊണ്ടും ആൾക്കാർക്കൊരു ക്യൂരിയസ് ആയിരുന്നു ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവരുടെ പ്രീച്ചിങ് നല്ല സക്സസ്ഫുൾ ആയി. അവര് കുറച്ച് അവിടുത്തെ രാജസ്ഥാനിലെ പ്രമുഖരായിട്ടുള്ള സിറ്റിസൺസിനെയൊക്കെ പറഞ്ഞിട്ട് ഈ ബോംബെയിലും ഡൽഹിയിലൊക്കെ ശീല പ്രഭുപാദ് ചെയ്ത പോലെ ഒരു പന്തൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് അവര് വില്ലിംഗ് ആയിട്ട് വന്നു. അങ്ങനെ പ്രഭുപാദിനെ ഒരു ജയ്പൂരിലെ ഒരു പന്തൽ പ്രോഗ്രാമിന് വേണ്ടി അവര് ഇൻവൈറ്റ് ചെയ്തു. അപ്പം പ്രഭുപാദ് ഗോവിന്ദജി ടെമ്പിളിലാണ് താമസം. അതിന്റെ ഒരു ആ ടെമ്പിളിന്റെ കോമ്പൗണ്ടിലുള്ള ഒരു റൂമിലാണ് പ്രഭുപാദ് താമസിച്ചത്. അപ്പം കൗസല്യ മാജി 18 വയസ്സാണുള്ളത്. പക്ഷെ മാജി ഒരുപാട് എഫേർട്ട് എടുത്തൊരു നല്ല ഫ്ലയേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ നമ്മള് DTP അങ്ങനൊന്നും അതൊന്നും ഇല്ലല്ലോ. പക്ഷെ അന്ന് നല്ല എഫക്റ്റീവായിട്ട് നല്ല രസത്തിലുള്ളൊരു ഫ്ലയർ എല്ലാവർക്കും കൊടുക്കാനായിട്ട്, ഈ പന്തൽ പ്രോഗ്രാമിനെ കുറിച്ച് കൊടുക്കാനായിട്ട് അത് ചെയ്തു. അപ്പം എന്നിട്ട് മാജി ഭയങ്കര സന്തോഷത്തോടുകൂടി ഈ ഫ്ലയർ പ്രഭുപാദിനെ കാണിക്കാനായിട്ട് എത്തി. പ്രഭുപാദിനെ കാണിക്കാനായിട്ട് റൂമിൽ ചെന്നിട്ട് ഈ ഫ്ലയർ കാണിച്ചു, ഈ പാംഫ്ലെറ്റ് കാണിച്ചു. അപ്പൊ പ്രഭുപാദൻ അത് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് ഒരെണ്ണത്തില് SC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് ആൻഡ് ഹിസ് ഫോറിൻ ഡിസൈപ്പിൾസ് ആർ സ്റ്റേയിങ് ബിഹൈൻഡ് ദ ഗോവിന്ദജി ടെമ്പിൾ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഗോവിന്ദജി ടെമ്പിളിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു റൂമില് ഒരു കെട്ടിടത്തില് SC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ഫോറിൻ ഡിസൈപ്പിള് വിദേശത്തുള്ള ഭക്തരും ശിഷ്യന്മാരും അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ പ്രഭുപാദ് ഇത് കണ്ടിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ഫോറിൻ ഡിസൈപ്പിൾ? ഫോറിൻ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, നീ അതിനകത്ത് യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഡിസൈപ്പിൾസ് എന്നായിരുന്നു ഇടേണ്ടത് എന്ന് പറഞ്ഞു. ഫോറിൻ എന്ന് പറയുമ്പോൾ വിദേശത്തുള്ളത്. പക്ഷെ യൂറോപ്യൻ അമേരിക്കൻസ് എന്ന് പറയുമ്പം ആ ആൾക്കാർക്ക് കാണുന്ന ആ ലോക്കൽ ആൾക്കാർക്ക് കാണുമ്പോൾ അതൊരു ഇംപ്രസീവാണ്. അമേരിക്കൻ യൂറോപ്യൻ ഡിസൈപ്പിൾസിന്റെ കൂടെയാണ് വന്നിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞു, എന്തിനാണ് ഫോറിൻ ഡിസൈപ്പിൾസ് എന്ന് ഇട്ടത്? നീ യൂറോപ്യൻ അമേരിക്കൻ ഡിസൈപ്പിൾസ് എന്നല്ല ഇടേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അത് ഒരു വഴക്ക് പറയുന്ന രീതിയിലാണ് പ്രഭുപാദ് കൗസല്യ മാജിയോട് പറഞ്ഞത്. എന്നിട്ട് മാജിയോട് പറഞ്ഞു, ഞാനെന്ത് പറയാനാണ്, നീ ഒരു അൺഇന്റലിജന്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, നീ ഒരു ബുദ്ധിയില്ലാത്ത പെൺകൊച്ചാണ്, അതുകൊണ്ട് എനിക്കെന്ത് പറയാനാണ് ഉള്ളതെന്നാണ് പ്രഭുപാദ് അതിനോ പറഞ്ഞത്. അപ്പൊ തന്നെ കൗസല്യ മാജി ആകെ ഡിപ്രസ്ഡായി. കാരണം അവർ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതേപോലെ നമ്മൾ പ്രിന്ററിന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് പാംഫ്ലെറ്റ് അടിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലത്തല്ലേ, ഒരുപാട് എഫേർട്ട് എടുത്താണ് അത് ചെയ്തത്. അപ്പൊ ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞിട്ട് നീ ഒരു ബുദ്ധിയില്ലാത്ത പെങ്കൊച്ചാണ് എന്ന് പറഞ്ഞപ്പം അവർക്ക് ആകെ വിഷമായി. എന്നിട്ട് അവര് നമസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോയി. അവർ കരഞ്ഞോണ്ട് അങ്ങ് പോയി. പിന്നെ മാതാജി വേറെ അകത്തുണ്ടായിരുന്ന ഡിസൈപ്പിളിൽ നിന്നും മാജി മനസ്സിലാക്കി. ഇറങ്ങിപ്പോയപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു, അവര് ആക്ച്വലി വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു പെങ്കൊച്ചാണ്. പ്രഭുപാദ് അവരുടെ മുമ്പിൽ വെച്ചല്ല, കൗസല്യ മാജിയുടെ മുമ്പിൽ വെച്ചല്ല, അവരിറങ്ങിപ്പോയതിന് ശേഷം പറഞ്ഞു വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു സോളാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുരുവിന്റെ ബിസിനസ് എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഒരു അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ചടക്കമുള്ള വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യണം എന്ന്
പ്രഭുപാദ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അച്ചടക്കം എല്ലാവരിലും കൊണ്ടുവരണം എന്നിങ്ങനെ പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു. അപ്പം അതിൽ കൗസല്യമാജി തൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത് അത് വലിയൊരു മിസ്റ്റേക്ക് അല്ല പാംഫ്ലെറ്റിൽ ഫോറിൻ ഡിസൈപ്പിൾസ് എന്ന് അയച്ചത്. പക്ഷേ ശീല പ്രഭുപാദ് അതിൽ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ ആ മാതാജിയുടെ അമിതമായ ഉത്സാഹം, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ഒരു ഭാവം, അതാണ് പ്രഭുപാദ് അതിനകത്ത് കണ്ടത്. അതിനെ താഴ്ത്താനാണ് പ്രഭുപാദ് ഇതായിട്ട് പറഞ്ഞത്. അപ്പം ചില സന്ദർഭത്തിൽ ആധ്യാത്മിക ആചാര്യൻ നമ്മൾ ചെയ്ത വളരെ നിസ്സാരം എന്ന് തോന്നുന്ന തെറ്റിനെ ഒരുപാട് ഓവറായിട്ട് ചിലപ്പോൾ വഴക്ക് പറയും. അത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഞാനെന്ന ഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തികളെ മാറ്റാൻ വേണ്ടിയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മളോടുള്ള കാരുണ്യമാണ് എന്നുള്ളത് തനിക്ക് മനസ്സിലായി എന്ന് കൗസല്യമാജി അവിടെ വെച്ച് പറയുന്നു.